നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ലീവ് സ്പാർക്കിലൂടെ എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം. ആയതുപോലെ തന്നെ നമ്മൾ ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം ജോയിനിങ് റിപ്പോർട്ട് സ്പാർക്കിലൂടെ എങ്ങനെ ഇടാം. ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ CTC ഏജിക്ക് അയക്കേണ്ടതുണ്ട്, നമ്മളുടെ ലീവ് CTC. അത് എങ്ങനെ സ്പാർക്കിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ആദ്യം നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെ സ്പാർക്ക് വെബിലൂടെ ഇടാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്ക് സ്പാർക്ക് ഓൺ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും നമുക്ക് ലീവ് അപേക്ഷ ഇടാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനകത്ത് ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, പിന്നെ കാഷ്വൽ ലീവ്, ഈ ഇത്രയും ലീവ് മാത്രമേ നമുക്ക് സ്പാർക്ക് ഓൺ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അപേക്ഷിക്കാൻ കഴിയും. അപ്പം മറ്റ് ലീവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്പാർക്ക് വെബിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അതിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, LWAകൾ നമ്മൾ എടുക്കുമ്പം സ്പാർക്കിലൂടെ അപേക്ഷിക്കാൻ പറ്റത്തില്ല. എല്ലാ LWAകളും അല്ല. റൂൾ 88 പോലുള്ള LWAകൾ നമുക്ക് നേച്ചർ ഓഫ് ലീവിൽ നോക്കുമ്പോൾ ഏതൊക്കെയാണ് സ്പാർക്കിലൂടെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലീവുകളെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്പാർക്കിലൂടെ എങ്ങനെ ലീവ് അപേക്ഷ ഇടാം എന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം സർവീസ് മാറ്റേഴ്സ് എന്നൊരു ഓപ്ഷനിൽ നമുക്ക് താഴോട്ട് വരുമ്പം ലീവ് ആപ്ലിക്കേഷൻ, അതിൽ അപ്ലൈ ലീവ് ഓൺലൈൻ എന്ന ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ള ലീവുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനകത്ത് ഏത് ലീവാണ് ഇട്ടത്, ലീവ് പീരീഡ്, സ്റ്റാറ്റസ് ഇവിടെ അപ്രൂവൽ കുറേ കിടക്കുന്നുണ്ട്, അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ ഇനി നമ്മുടെ ലീവ് സാങ്ഷനിങ് അതോറിറ്റി ഏതെങ്കിലും അപ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പെൻഡിങ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വലതുവശത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാം, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ ഇടുന്നതിനായിട്ട് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മൾ അഡ്രസ്സ് ഡ്യൂറിങ് ദി ലീവാണ്. അതായത് നമ്മൾ ലീവ് പീരീഡിൽ ഏത് അഡ്രസ്സിലാണ് താമസിക്കുന്നത് അത് നമ്മളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഫ്രഷ് ലീവ് അത് അവിടെ സെലക്റ്റായി കിടക്കുന്നത് കാണാം. ഫ്രഷ് ലീവും ഉണ്ട്, ലീവ് എക്സ്റ്റൻഷനും ഉണ്ട്. ഞാനിവിടെ ഫ്രഷ് ലീവാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് ഓൾറെഡി അതിൽ തന്നെ ആയിരിക്കും സെലക്റ്റായി നിൽക്കുന്നത്. ഇൻ കേസ് അതല്ല, നമ്മൾ മുമ്പിട്ട ഒരു ലീവിനോട് ചേർത്ത് അതേ ലീവോ അതല്ലെങ്കിൽ മറ്റൊരു ലീവോ എടുക്കണമെങ്കിൽ നമ്മൾ ലീവ് എക്സ്റ്റൻഷൻ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളവിടെ ആ ഒരു ലീവ് എക്സ്റ്റൻഷൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലതുവശത്ത് നമ്മൾ മുമ്പെടുത്ത ലീവുകൾ കാണും. അതിൽ നിന്നും ഏത് ലീവിനോട് ചേർത്താണോ ലീവ് എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളുടെ നേച്ചർ ഓഫ് ലീവും അതേ കണക്ക് ലീവ് പീരീഡും സെലക്ട് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു ഫ്രഷ് ലീവ് ആയതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം താഴോട്ട് വന്ന് നേച്ചർ ഓഫ് ലീവ് ടു അപ്ലൈ, അതിൽ ഏത് ലീവാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് ലീവ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കി നമ്മൾ ഏതാണ്, ഇപ്പം കമ്മ്യൂട്ടൽ ലീവ് ആയിരിക്കാം, ഹാഫ് പേ ലീവ് ആയിരിക്കാം, മെറ്റേണിറ്റി ലീവ്, അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ലീവുകളും ഇതിനകത്തുണ്ട്. അതിൽ നിന്നും ഏത് ലീവാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ നമുക്ക് ലീവ് പീരീഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൽ നമ്മളുടെ ഫ്രമും ടൂവും ഡേറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാഷ് ലീവ് എടുക്കുന്നവർ നമ്മൾ ഹാഫ് ഡേ ക്യാഷ് ലീവ് ആകുമ്പോഴത്തേക്ക് അത് FN-ഉം AN-ഉം ഒക്കെ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. ഇതിന് താഴെയായിട്ട് അടുത്തൊരു ഓപ്ഷനുണ്ട്, അപ്ലോഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതിൽ നമുക്കവിടെ എന്തെങ്കിലും നമ്മളിപ്പം ലീവ് എടുക്കുന്നത് വിത്ത് MC ആണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കൊരു സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് എടുക്കുന്നു, നമ്മളിപ്പം ആൻറ്റി റാബിസ് വാക്സിൻ എടുത്തതിൻ്റെ, അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ ഏതൊക്കെ ദിവസമാണോ വാക്സിൻ എടുത്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോ അതല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ വിത്ത് MC ആണ് എടുക്കുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്തേക്കുന്നത് ആ ഒരു ഫോൾഡറിൽ പോയി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ഓൺ വിച്ച് ലീവ് ഈസ് അപ്ലൈഡ് ഫോർ. അത് നമ്മൾ ഏത് ഗ്രൗണ്ടിലാണ്, പേഴ്സണലായിരിക്കാം, മെഡിക്കലായിരിക്കാം, ഏത് ഗ്രൗണ്ടാണോ എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ഇതിന് തൊട്ട് താഴെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് പെർമിഷൻ വേണോ, അതായത് നമ്മൾ സ്റ്റേഷൻ വിട്ടു പോകുന്നതിനുള്ള പെർമിഷൻ വേണോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ഡിഫോൾട്ടായിട്ട് നോ ആയിരിക്കും. നമുക്കിപ്പം സ്റ്റേഷൻ വിട്ടു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾ യെസ് ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് നമ്മൾ റിപ്പോർട്ടിംഗ് ഓഫീസറെയും ലീവ് അപ്രൂവിംഗ് അതോറിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ ഓഫീസിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആർക്കാണ് ലീവ് അയക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ ഉചിതമായ ഉദ്യോഗസ്ഥരെ നമ്മളവിടെ സെലക്ട് ചെയ്ത്
കൊടുക്കുക. അതിനുശേഷം 2 ഡിക്ലറേഷൻ ഉള്ള ആ ഒരു ചെക്ക് ബോക്സിൽ രണ്ടും നമ്മൾ വായിച്ച് ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ലീവ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ലീവ് ആപ്ലിക്കേഷൻ നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർക്ക് പോകും. കൺട്രോളിംഗ് ഓഫീസർ അത് റെക്കമെൻഡ് ചെയ്ത് നമ്മളെ ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അയക്കും. ലീവ് സാങ്ഷനിങ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ലീവ് അപ്രൂവായി കഴിയും. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം. ജോയിനിങ് റിപ്പോർട്ട് ഇടണം. നമ്മൾ കാഷ്വൽ ലീവ് ഒഴികെയുള്ള മറ്റേത് ലീവ് എടുത്താലും നമ്മൾ ജോയിനിങ് റിപ്പോർട്ട് സ്പാർക്കിലൂടെ ഓൺലൈനായിട്ട് ഇടണം. ജോയിനിങ് റിപ്പോർട്ട് ഇട്ടില്ല എങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു ലീവ് അപ്ലൈ ചെയ്യാൻ സ്പാർക്കിൽ കഴിയത്തില്ല. നമ്മൾ അങ്ങനെ ജോയിനിങ് റിപ്പോർട്ട് ഇടാതെ അടുത്തൊരു ലീവ് ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ മുമ്പത്തെ ജോയിനിങ് റിപ്പോർട്ട് ഇടണമെന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ലീവ് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കാഷ്വൽ ലീവ് ഒഴികെയുള്ള മറ്റേത് ലീവ് എടുത്താലും നമ്മൾ ജോയിനിങ് റിപ്പോർട്ട് സ്പാർക്കിലൂടെ ഇടണം. അതും ഈ സെയിം ഇതിൽ തന്നെയാണ്. സർവീസ് മാറ്റേഴ്സിൽ നമ്മൾ ലീവ് ആപ്ലിക്കേഷനിൽ വരിക. ലീവ് ആപ്ലിക്കേഷനിൽ ജോയിനിങ് റിപ്പോർട്ട് എന്ന ആ ഒരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ലീവുകളിൽ ജോയിനിങ് റിപ്പോർട്ട് ഇടാത്ത കാഷ്വൽ ലീവ് ഒഴികെയുള്ള മറ്റ് ലീവുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്നും നമ്മൾ ഏത് ലീവാണോ ജോയിനിങ് റിപ്പോർട്ട് ഇടേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2025 മുകളിലുള്ള ലീവുകൾക്ക് നമ്മൾ ജോയിനിങ് റിപ്പോർട്ട് ഇട്ടാൽ മതി. അന്ന് മുതലാണ് ഇത് മാൻഡേറ്ററി ആക്കിയത്. അപ്പം സെലക്റ്റിൽ ക്ലിക്ക് ചെയ്തു. നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ വരും. നമ്മളുടെ ഫ്രം ടു ഡേറ്റ് ലീവ് ഡീറ്റെയിൽസൊക്കെ വന്നു. അതിനുശേഷം ജോയിനിങ് റിപ്പോർട്ട് ആർക്കാണോ ഇടേണ്ടത് അതും നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് നമ്മൾ ഓരോ ഓഫീസിലും ഓരോ ഉദ്യോഗസ്ഥർ അതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടാവും. അത് നമ്മളുടെ ഓഫീസിൽ ചോദിച്ച് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. റിപ്പോർട്ടിംഗ് ഓഫീസറെയും ലീവ് അപ്രൂവിങ് അതോറിറ്റിയെയും നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്തെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് ലീവ് എടുത്തതെങ്കിൽ നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ എവിടാണോ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അത് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം കൺഫേം ജോയിനിങ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഈ ജോയിനിങ് ആപ്ലിക്കേഷൻ നമ്മളുടെ റിപ്പോർട്ടിംഗ് ഓഫീസറുടെ ലോഗിനിൽ പോകും. അത് റിപ്പോർട്ടിംഗ് ഓഫീസർ പരിശോധിച്ച് അത് ചിലപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസർ തന്നെ ആയിരിക്കാം ലീവ് സാങ്ഷനിങ് അതോറിറ്റി. അങ്ങനെയാണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അപ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളെ റിപ്പോർട്ടിംഗ് ഓഫീസർ ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് ലീവ് സാങ്ഷനിങ് അതോറിറ്റി അത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജോയിനിങ് റിപ്പോർട്ട് അപ്രൂവായി സ്പാർക്കിൽ അത് അപ്ഡേറ്റ് ആകുന്നതാണ്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ഗസറ്റഡ് ജീവനക്കാരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ CTC നമ്മളെ ലീവ് ഇട്ടപ്പോഴും ഒരു CTC ഉണ്ട്, ജോയിൻ ചെയ്തപ്പോഴും CTC ഉണ്ട്. ഇത് രണ്ടും AGക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ വ്യക്തിപരമായ ലോഗിനിൽ നിന്നല്ല ചെയ്യേണ്ടത്, അത് DDOയുടെ ലോഗിനിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു DDOയുടെ ലോഗിനിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ലീവ് കോമ്പൻസേറ്ററി ഓഫ് ഓഡി പ്രോസസ്സിംഗ് എന്ന ഒരു സബ് മെനുവിൽ അപ്ഡേറ്റ് CTC ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ നമ്മൾ ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ നമ്മളുടെ ലീവ് ഏത് മാസമാണോ നമ്മളുടെ ലീവ് സാങ്ഷനിങ് അതോറിറ്റി അപ്രൂവ് ചെയ്തത് ആ മാസവും ഏത് വർഷവും ഏത് വർഷത്തിലാണോ, ഇവിടെ 2025 അപ്രൂവ് ചെയ്തത്, അതുകൊണ്ട് ഞാനവിടെ 2025 ടൈപ്പ് ചെയ്ത് ഗോ കൊടുക്കുമ്പോഴത്തേക്കും ആ മാസം അപ്രൂവായ ലീവുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു ലീവ് മാത്രമേ ഉള്ളൂ. അത് ഏത് ലീവാണെന്നും എന്ന് മുതൽ എന്ന് വരെ ഉള്ളയാണെന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലീവ് ഡീറ്റെയിൽസ് വലതുവശത്ത് ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ നമ്മൾ ആ ഒരു ലീവ് ആപ്ലിക്കേഷനിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ താഴോട്ട് വന്ന് ഡീറ്റെയിൽസ് ഓഫ് ഓഫീസർ ടേക്കിംഗ് ഓവർ ചാർജ്, അതിൽ നമ്മൾ ലീവ് ഒരു ഗസറ്റഡ് ഓഫീസർ ലീവിൽ പോകുമ്പോൾ ആ വ്യക്തിയുടെ ചാർജ് മറ്റൊരു ഓഫീസർക്ക് നൽകിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആർക്കാണോ നമ്മൾ ചാർജ് കൊടുത്തിട്ടുള്ളത് ആ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്ട്രിക്റ്റ്, ഓഫീസ് നെയിമൊക്കെ വന്നു. അപ്പം അടുത്തത് ഏത് ഡെസിഗ്നേഷനിലുള്ള ഉദ്യോഗസ്ഥനാണോ നമ്മൾ ചാർജ് കൊടുത്തു പോയത് അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വകുപ്പിലുള്ള എല്ലാ ഡെസിഗ്നേഷൻസും അവിടെ വരും. അതിലാർക്കാണോ കൊടുത്തത് അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഏത് എംപ്ലോയി, അതിന് തൊട്ട് താഴത്തെ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ ഡെസിഗ്നേഷനുള്ളിലുള്ള
എംപ്ലോയീസിൻ്റെ പേരെല്ലാം വരും. അതിലായിരിക്കാണോ നമ്മൾ ചാർജ് കൊടുത്തിട്ടുള്ളത് ആ ഒരു എംപ്ലോയിയുടെ പേരും അവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള അപ്രൂവ് ആൻഡ് ഫോർവേഡ് ലീവ് CTC ഡീറ്റെയിൽസ് ടു AG എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ DDOയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ DSC വെച്ചാണ് ഇത് AGക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം DSCയുടെ ടോക്കൺ പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്തുകൊണ്ട് AGക്ക് നമ്മൾ ആ ഒരു CTC ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലീവ് എടുത്തപ്പോൾ ഉള്ള CTC ആണ് അയച്ചത്. ഇനി നമ്മളൊരു ജോയിനിങ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ജോയിനിങ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ജോയിനിങ് റിപ്പോർട്ടിൻ്റെ ജോയിനിങ് CTC കൂടി നമ്മൾ AGക്ക് അയക്കണം. ആ ഒരു ജോയിനിങ് CTC കൂടെ കിട്ടിയതിന് ശേഷമേ AG നമുക്ക് പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യൂ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മെറ്റേണിറ്റി ലീവ് പോലുള്ള ലീവുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ലീവ് ഇടുമ്പോൾ ഉള്ള CTC അയക്കുമ്പം തന്നെ AG സ്ലിപ്പ് ഇഷ്യൂ ചെയ്യും. അത് ജോയിനിങ് റിപ്പോർട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ലീവ് CTC എങ്ങനെ ഇടും എന്ന് നമുക്ക് നോക്കാം. അതും നമ്മളിപ്പം ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ലീവ് കോമ്പൻസേറ്ററി ഓഫ് ഓഡി പ്രോസസ്സിങ്ങിൽ അപ്ഡേറ്റ് CTC എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്രൂവ്ഡ് മന്ത് ഏത് മാസമാണോ നമ്മളുടെ ലീവ് സാങ്ഷനിങ് അതോറിറ്റി നമ്മളുടെ ജോയിനിങ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്തത് ആ ഒരു മാസം സെലക്ട് ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് അപ്രൂവ്ഡ് ഇയർ ഏത് വർഷമാണോ അതും സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു അപ്ഡേറ്റിംഗ് CTC ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ അപ്ഡേറ്റിംഗ് CTC അതിൽ വരുന്നത് കാണാം. അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, അതിനകത്തൊരു ആപ്ലിക്കേഷൻ നമ്പർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. അതിനകത്ത് ഇപ്പം 49 മാത്രമാണ് എന്നുള്ളതെങ്കിൽ അതൊരു ലീവ് ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ 49J എന്നാണ്. J വരുന്നത് ജോയിനിങ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം ജോയിനിങ് റിപ്പോർട്ടുകളിലെല്ലാം വലതുവശത്തൊരു J കാണും. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. മുമ്പ് നമ്മൾ കണ്ട അതേ ഒരു ഇൻ്റർഫേസ് ആണ്. അതിൽ ഡീറ്റെയിൽസ് ഓഫ് ഓഫീസർ ടേക്കിംഗ് ഓവർ ചാർജ് എന്ന ഭാഗത്ത് നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് ലീവ് എടുത്ത ഉദ്യോഗസ്ഥൻ്റെ വിവരങ്ങളാണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്ട്രിക്റ്റ്, ഓഫീസ് അതൊക്കെ വരും. അതൊന്നും നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷമുള്ള ഡെസിഗ്നേഷനിൽ നമ്മളുടെ ലീവ് എടുത്ത ആ ഒരു വ്യക്തിയുടെ ഡെസിഗ്നേഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ ആ ഒരു ഡെസിഗ്നേഷനിലുള്ള ജീവനക്കാരുടെ പേര് വരും. അതിൽ നിന്നും നമ്മളുടെ പേര് സെലക്ട് ചെയ്ത് അപ്രൂവ് ആൻഡ് ഫോർവേഡ് ലീവ് CTC ഡീറ്റെയിൽസ് ടു AG എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ DSC ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മളുടെ ഒരു ജോയിനിങ് CTC കൂടി AGക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഗസറ്റഡ് ജീവനക്കാരുടെയും നോൺ ഗസറ്റഡ് ജീവനക്കാരുടെയും ലീവ് സ്പാർക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ജോയിനിങ് റിപ്പോർട്ട് എങ്ങനെ ഇടാം, പിന്നീട് ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ CTC AGക്ക് ഫോർവേഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.